ഏവർക്കും വന്ദനം. ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വച്ച് സിറോ മലബാർ സഭയുടെ പരമാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട മാർ തട്ടിൽ ബിഷപ്പിന് നൽകിയ സ്വീകരണ ചടങ്ങാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്, നിർബന്ധിച്ചത്. രാഷ്ട്രീയമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ എനിക്ക് കാര്യമായ വിരോധമുണ്ടെങ്കിലും ഇതിൽ രാഷ്ട്രീയമായ പ്രശ്നം മാത്രമല്ല, വിശ്വാസ സമൂഹത്തിൻ്റെ നിലനിൽപ്പും അപകടത്തിലാകും എന്ന ഒരു ഭീതി കൊണ്ടാണ് ചില ചിന്തകൾ നിശ്ചയമായും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ എനിക്ക് കടമയുണ്ട് എന്ന് ആത്മാവ് എന്നെ വ്യക്തമായി ഹേമിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. മാർ തട്ടിലിന് തിരുവനന്തപുരത്ത് സ്വീകരണം. അതിൻ്റെ പ്രധാന ക്യാരക്ടർ സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്ററാണ്. നമുക്കറിയാം, ബിഷപ്പന്മാർക്ക് രാഷ്ട്രീയ നേതൃത്വമില്ലെങ്കിൽ ഏതാണ്ട് ശൂന്യത പോലെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്ത് വിരുന്നൊരുക്കുമ്പോൾ അതിൽ കുറഞ്ഞ പക്ഷം പിണറായി വിജയനെങ്കിലും ഉണ്ടായിരിക്കണം. നമുക്കറിയാം, മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷനായി ഈ അടുത്ത കാലത്ത് കാലം ചെയ്ത ഐറേനിയസ് തിരുമേനിക്ക് 90 വയസ്സ് തികഞ്ഞപ്പോൾ അതിൽ ഭാരതത്തിൻ്റെ അഭിമാനമായ ഭാരതത്തിൻ്റെ കാണപ്പെട്ട ദൈവമായ നരേന്ദ്രമോദി ദൂരെ നിന്ന് പ്രസംഗിച്ചു എന്നതാണ് ഇന്നും മാർത്തോമാ സഭയുടെ ഏറ്റവും വലിയ നേട്ടവും അഹങ്കാരവും അവകാശവും. നാം ഏത് സംഭവം നോക്കിയാലും മത മേലധ്യക്ഷന്മാർക്ക് അല്ലെങ്കിൽ മത അധികാരം കൈയാളുന്നവർക്ക് അവർക്ക് അതിൻ്റെ സുഖം ഒന്ന് പൂർത്തീകരിക്കണമെങ്കിൽ രാഷ്ട്രീയ അധികാരം കൈയാളുന്നവരും ഉണ്ടാകണം. മത അധികാരവും രാഷ്ട്രീയ അധികാരവും ഒരു നാണയത്തിൻ്റെ രണ്ട് മുഖങ്ങളാണ് എന്ന് ഭൂരിപക്ഷം വിശ്വാസികളും തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഇവർ ഞായറാഴ്ചയാകുമ്പോൾ മറ്റൊരു നാടകം കളിക്കും. അവർ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണെന്നും മറ്റെല്ലാറ്റിനോടും അവർക്ക് വെറുപ്പാണെന്നും ലോകത്തെ പൂർണ്ണമായി വലിച്ചെറിഞ്ഞവരാണെന്നും അവർ സന്യസ്തരാണെന്നും ഒക്കെ പറഞ്ഞ് ജനങ്ങളെ കളിപ്പിക്കാൻ ശ്രമിക്കും. എന്നാൽ ഈ സംഭവം നമ്മുടെ കണ്ണു തുറക്കാൻ പര്യാപ്തമാണ്. നിങ്ങൾ ദയവായി ശ്രദ്ധിക്കുക. ഇതിനെപ്പറ്റിയുള്ള അനേക വീഡിയോകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ലഭിക്കാവുന്നതാണ്. നിങ്ങൾ കാണണം. അപ്പോൾ ഞാൻ പറയുന്നത് വസ്തുനിഷ്ഠമാണ് നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ടാകും. അപ്പോൾ ഈ അനുമോദന ചടങ്ങിൽ രാഷ്ട്രീയമാണ് ആദ്യം മുതൽ അവസാനം വരെ അവതരിപ്പിക്കപ്പെട്ടത് എന്നത് നിങ്ങൾക്ക് മനസ്സിലാകേണ്ടതിനാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അതിൽ മുഖ്യപ്രസംഗം നടത്തിക്കൊണ്ട് ചങ്ങനാശ്ശേരിയിലെ ആർച്ച് ബിഷപ്പായ മാർ പെരുന്തോട്ടം തനി രാഷ്ട്രീയമാണ് വിളമ്പിയത് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് ഒരു പക്ഷേ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് കേൾക്കുന്നതായിരിക്കും ഉത്തമം. ഞാനെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കട്ടെ. ഇതാ മാർ പെരുന്തോട്ടത്തിൻ്റെ വാക്കുകളിലേക്ക് അല്പം. സഭാ വിശ്വാസികൾ ഇന്ന് ലോകമെങ്ങുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു സമൂഹമാണ്. പക്ഷെ ഞങ്ങൾക്ക് ഒരു വേദനയും ആശങ്കയുമുണ്ട്. ഈ സഭയുടെ ഈറ്റില്ലമായ കേരളത്തിൽ ഞങ്ങൾ അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമൂഹമായി മാറുന്നു. ഈ മനോഹര ദൈവത്തിന്റെ ഈ നാട്ടിൽ ജീവിതം വിജയിപ്പിക്കാൻ സാധിക്കയില്ല എന്നുള്ള ഒരു ഫീലിംഗ് ഇന്ന് പലരുടെയും മനസ്സിൽ തളം കെട്ടി നിൽക്കുകയാണ്. അതിനാൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി എവിടെയെങ്കിലും പോകണമെന്നുള്ള ഒരു മനോഭാവം ഞങ്ങളുടെ സഭയുടെ മാത്രം കാര്യമല്ല, ഈ നാട്ടിലെ യുവജനങ്ങളുടെ ഒരു പ്രശ്നമാണ്. അത് തീർച്ചയായിട്ടും ഒരു പരിഹാരം ഉണ്ടാകണം. ഈ നാട്ടിൽ ജീവിക്കാനും ജീവിച്ച് വിജയിക്കാനും അന്തസ്സായ ജോലി ചെയ്ത് ജീവിക്കുവാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുവാൻ തീർച്ചയായിട്ടും ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടല്ലോ, ഇവിടുത്തെ ഭരണ കൈകാര്യം ചെയ്യുന്ന സർക്കാരിനും അത് ഉത്തരവാദിത്വമുണ്ട് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ്. വളരെ അസ്വാരസ്യത്തോടെയാണ്. അപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട വിശുദ്ധ
തിരുമേനി പറയുന്നത്, കേരളത്തിൽ നിന്ന് ആളുകൾ വിദേശത്തേക്ക് പോകാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്, അതായത് 2 വർഷത്തിന് മുൻപാണ്. അതുവരെ കേരളീയരെല്ലാം കേരളത്തിൽ സന്തോഷമായും സുഭിക്ഷമായും ജീവിച്ചു. മാവേലി നാണുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. മാവേലിക്ക് ശേഷം ഈ 2020 2020 അല്ല 2021 വരെ എല്ലാം സുഖമായി പോയി. അന്ന് തൊട്ടാണ് കേരളത്തിൻ്റെ ഈ അധപ്പതനം ആരംഭിക്കുന്നത് എന്നുള്ള ചരിത്രപരമായ ഒരു വിശുദ്ധ സത്യമാണ് ഈ കുപ്പായം ഇട്ടുകൊണ്ട് ഇദ്ദേഹം എഴുന്നള്ളിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 1971 ഒരു ഓർഡിനറി സെക്കൻഡ് ക്ലാസ് റെയിൽവേ ടിക്കറ്റും കൊണ്ട് ഒരു ചെറിയ ബാഗിൽ 3 സെറ്റ് തുണിയും തൂക്കി ഞാൻ ഡൽഹിക്ക് പോയവനാണ്. എന്തിനാണ് പോയത്? നല്ല വിദ്യാഭ്യാസത്തെ അന്വേഷിച്ച് പോയതാണ്. ഞാൻ എന്നെപ്പറ്റി എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനൊരു വിദ്യാഭ്യാസ അഭയാർത്ഥിയാണ്, അവൻ എഡ്യൂക്കേഷണൽ റിഫ്യൂജി. ഇത് 1971 കാര്യമാണ്. എൻ്റെ ചെറുപ്പത്തിലെ ഓർമ്മകൾ എന്താണ്? ഏറ്റവും മഹനീയ വർണ്ണശബളമായ ഓർമ്മ എന്താണ്? എൻ്റെ ഒരു ആൻറ്റി മലേഷ്യയിൽ പോയി, അത് 50കളിൽ പോയതാണ്. അവർ വല്ലപ്പോഴുമൊക്കെ വരുമ്പോൾ അവിടെ നിന്ന് ചില കാര്യങ്ങൾ കൊണ്ടുവരും. അതിലൊന്നാണ് കോൺഫ്ലേക്സ്. അന്നത്തെ കാലത്ത് കോൺഫ്ലേക്സ് ഒന്നും അധികം ആളുകൾ കഴിക്കാറില്ല. വേറൊരു കാര്യമാണ്, നല്ല കേക്ക് കൊണ്ടുവരും, പിന്നെ ഒരു ഉടുപ്പ് കൊണ്ടുവരും. മലേഷ്യയിൽ നിന്ന് 1950കളുടെ കാര്യം ഞാനീ പറയുന്നത്. മലയാളി എന്നാണ് കേരളത്തിൽ നിന്ന് അധ്വാനിച്ച് അവൻ സ്വയം പര്യാപ്തമാണ് എന്ന ഒരവസ്ഥ നേടിയെടുത്തത് എന്ന് ഈ ബിഷപ്പ് പറഞ്ഞാൽ കൊള്ളാം. ഞങ്ങളുടെ സഭ ശോഷിച്ചു പോകുന്നതാണ് അദ്ദേഹം പറയുന്നത്. ഈ സഭയുടെ അക്കം കുറയാതെ സൂക്ഷിക്കാനുള്ള ചുമതല പിണറായി സർക്കാരിനാണ്. ഞാൻ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്ന ആളെയല്ല, ഞാൻ ഒരു രാഷ്ട്രീയക്കാരൻ്റെയും മൂട് താങ്ങി നടക്കുന്ന വ്യക്തിയല്ല, നിങ്ങൾക്കറിയാം. പക്ഷേ ലോഹയിട്ടുകൊണ്ട് തറ രാഷ്ട്രീയം കളിക്കുമ്പോൾ അതിൻ്റെ അപകടം കേരളത്തിലെ 60 ലക്ഷത്തിൽ വരുന്ന ക്രിസ്തീയ വിശ്വാസികൾക്ക് ഏവർക്കും ഒന്നുപോലെ ഉണ്ടാകും എന്ന ഒരു യാഥാർത്ഥ്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുക എൻ്റെ കടമയാണ്. അതെൻ്റെ കടമയാണെന്ന് ഞാനിപ്പോൾ പറയാൻ കാര്യം, ഇതുവരെ കുറച്ചൊക്കെ നിഷ്പക്ഷമായി നിന്ന ചില ക്രിസ്ത്യൻ സോഷ്യൽ മീഡിയ യൂട്യൂബ് ചാനലുകളും ഇപ്പോൾ 100% സംഘപരിവാറിൻ്റെ മടിയിൽ പോയിരിക്കുകയാണ് എന്ന വളരെ ദുഃഖത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ ഏത് ചാനലിന് ചെവി കൊടുക്കുന്നു. കാരണം നിരന്തരമായി നിങ്ങളെ മസ്തിഷ്ക പ്രക്ഷാളനത്തിന് ഒരു കൂട്ടം ആളുകൾ സംഘടിതമായി ശ്രമിക്കുകയാണ്. അത് സോഷ്യൽ മീഡിയയിലിരിക്കുന്ന ആളുകൾ, ക്രിസ്തീയ സമൂഹത്തിൻ്റെ സഭാ തലപ്പത്തിരിക്കുന്ന ആളുകൾ, രാഷ്ട്രീയ നേതാക്കന്മാർ, ഇവരെയൊക്കെ ചുറ്റിപ്പറ്റി ആശ്രയിച്ച് ജീവിക്കുന്ന ചില മത ഇത്തിളുകൾ, ഇവരെല്ലാം കൂടെ ചേർന്ന് ഒരു വലിയ അപകടത്തിലേക്ക് ക്രിസ്തീയ സമൂഹത്തെ കഴുത്തിൽ കയറ് കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന ഒരു ദൃശ്യമാണ് ഞാനിപ്പോൾ കാണുന്നത്. പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയുള്ള രാഷ്ട്രീയ മാമാങ്കം കളിക്കുന്നത് എന്നത് നമുക്ക് തിരിച്ചറിയാൻ നല്ലൊരു ഉദാഹരണമാണിത്. അവിടെ വി ഡി സതീശൻ പ്രസംഗിക്കുമ്പോഴും പച്ചക്കള്ളമാണ് പറയുന്നത്. അവിടെ നിന്ന് പ്രസംഗിച്ചവർ മുഴുവൻ പച്ചക്കള്ളമാണ് പറയുന്നത്. എനിക്ക് ഓർമ്മയായ സമയം മുതൽ മലയാളിയുടെ ഏക വ്യഗ്രത എങ്ങനെയെങ്കിലും കേരളം വിട്ട് വെളിയിൽ പോയി ജോലി ചെയ്യണം എന്ന് തന്നെയാണ്. ഒരു 50 വർഷം മുൻപ് ഒരു പെൺകുട്ടി വിവാഹപ്രായമായാൽ അവൾക്ക് വരനായി വരുന്നത് ഒരു കോളേജ് പ്രൊഫസർ ആയിരിക്കണമോ അല്ല ഒരു എയർ കണ്ടീഷൻ മെക്കാനിക്, സൗദി അറേബ്യയിൽ അല്ലെങ്കിൽ കുവൈറ്റിൽ അല്ലെങ്കിൽ UAE ജോലി ചെയ്യുന്ന ഒരു എയർ കണ്ടീഷൻ മെക്കാനിക്കാണ്. 2 പേരും കൂടെ നിൽക്കുക, സ്വയംവരമാണെന്ന് വിചാരിച്ചു. ആരെ തിരഞ്ഞെടുക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? 50 വർഷം മുൻപ് ആരെ തിരഞ്ഞെടുക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? കോളേജ് പ്രൊഫസർക്ക് ഒരു ചാൻസും ഉണ്ടാകുകയില്ല. അറബ് രാജ്യത്തിൽ പോയി ജോലി ചെയ്യുന്ന എയർ കണ്ടീഷൻ മെക്കാനിക്കിനെ ആയിരിക്കും മാലയിട്ട് സ്വീകരിക്കുന്നത്. അതിന് സംശയം വല്ലതുണ്ടോ? ഞാൻ കുറച്ചനുഭവിച്ചതാണ്. ആദർശം കൊണ്ട് ഞാൻ വെളിയിൽ പോയി ജോലി ചെയ്യില്ല, ഭാരതത്തിൽ തന്നെ എനിക്ക് കേരളത്തിൽ ജോലി ചെയ്യണമെന്നായിരുന്നു താല്പര്യം. പക്ഷേ അതിനിടയായില്ല. ഞാൻ ഡൽഹിയിലായിപ്പോയി. ഒരു ചില പ്രത്യേക സാഹചര്യത്തിൽ സെൻറ്റ് സ്റ്റീഫൻസിൽ തന്നെ അവർ നിർബന്ധിച്ച് ഞാൻ ജോലിക്ക് അപേക്ഷിക്കാതെ എനിക്ക് ജോലി തരികയായിരുന്നു.
എൻ്റെ വല്യമ്മച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ വലിയ പ്രൊഫസറായിട്ടൊക്കെ നടക്കുന്നില്ലോടാ, നിൻ്റെ കയ്യിൽ എന്തോ ഉണ്ട്, നിൻ്റെ ചാർച്ചക്കാരെല്ലാവരും വെളിയിൽ പോയി ജോലി ചെയ്യുന്നു, അവർ വരുമ്പോൾ രാജാക്കന്മാരെ പോലെ നടക്കും, നീ ഇപ്പോഴും ബസ് കയറി നടക്കുന്ന ഉണക്കനല്ലോടാ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇതാണ് കേരളത്തിൻ്റെ യാഥാർത്ഥ്യം. ഇതൊന്നും ഈ പെരുന്തോട്ടത്തിനോ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പൂന്തോട്ടത്തിനോ ഒന്നും അറിഞ്ഞുകൂടാ. അത്രമാത്രം ബുദ്ധിയുള്ളവരാണിവർ. അദ്ദേഹത്തിൻ്റെ പ്രസംഗം നിങ്ങൾ കേട്ടാൽ അറിയാം, ഇത് ആത്മാർത്ഥമായിട്ട് പറയുന്നതല്ല. ആരോ നന്നേ ഹേമിച്ച് അദ്ദേഹത്തിൻ്റെ വാലിൽ ഞുള്ളി നോവിച്ച് അദ്ദേഹത്തോട് പറയിക്കുന്നതാണ്. കാരണം പറഞ്ഞ ഒരൊറ്റ വാക്കിൽ പോലും ആത്മാർത്ഥതയില്ല. നിങ്ങൾക്ക് അല്പമെങ്കിലും വിവേചന ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങളത് തിരിച്ചറിയും. അപ്പോൾ ഈ ഒരു ഇപ്പോൾ നിലവിലിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇങ്ങനെയൊരു മാമാങ്കം കളിക്കുക, ഇനിയും അതിൻ്റെ ഒരു പ്രത്യേകമായ തലത്തിലേക്ക് പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി ഡയസസിലെ വിശ്വാസികളുടെ ശ്രദ്ധ തിരിക്കാൻ എനിക്ക് ആവശ്യമുണ്ട്. ഇപ്പോഴെന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ള ഒരു രാഷ്ട്രീയ കണക്കുകൂട്ടലിലുള്ള ഒരു അനുമോദന യോഗം തിരുവനന്തപുരത്ത് കൂടിയത്? അതിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. നമുക്കറിയാം, മാർ തട്ടിൽ ഒരു സാഹസികമായ ദൗത്യത്തോടു കൂടെയാണ് ഈ ഒരു കസേരയിൽ കയറി കിരീടമണിഞ്ഞ് ഇരിക്കുന്നത്. എന്താണ്? ജനങ്ങളെ കൊണ്ട് സിനഡിൻ്റെ പക്ഷം മുട്ടുകുത്തി മൂക്ക് മണ്ണിൽ മുട്ടിച്ച് അനുസരിപ്പിക്കും. അതിനുള്ള പ്രഖ്യാപനം അദ്ദേഹം നടത്തിക്കഴിഞ്ഞു. വലിയ എളിമയൊക്കെ പറഞ്ഞു വന്ന് തനി രാഷ്ട്രീയത്തിൻ്റെ 18ാം അംഗം പൊരുതാൻ പെട്ടെന്ന് ചാടുകയാണ് തട്ടിൽ. ഇത് സംഭവിക്കണമെങ്കിൽ, ഇതിൽ അദ്ദേഹം വിജയിക്കണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ദൈവത്തെ വിളിച്ചപേക്ഷിക്കാനൊക്കില്ല, പരിശുദ്ധാത്മാവിൻ്റെ പേര് പറയാനൊക്കില്ല. കാരണം ഇത് മുഴുവനും രാഷ്ട്രീയമാണ്. ഞാനതിൻ്റെ ഒരു സൂചന മറ്റൊരു വീഡിയോ നൽകിയതാണ്. ഇതിൻ്റെ ഈ ഒരു ദൗത്യം വിജയിക്കണമെങ്കിൽ ഒറ്റ കാര്യം കൊണ്ടേ നടക്കത്തുള്ളൂ. അമിതമായ രാഷ്ട്രീയ സാഹചര്യം, സപ്പോർട്ട്, പിൻബലം ഉണ്ടാകണം. അത് പിണറായി വിജയനെ കൊണ്ടൊക്കില്ല, അത് മോദിയെ കൊണ്ട് മാത്രമേ ഒക്കത്തുള്ളൂ. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ നോക്കിക്കൊള്ളണം. എറണാകുളം അങ്കമാലിയുടെ സീറോ മലബാർ സഭയുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന തലയെടുപ്പുള്ള ആളുകൾക്ക് ചില നയപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം. ഇതാരും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയില്ല. ഞാൻ പറയുന്നു, ചില ഇടപെടലുകൾ ഉണ്ടാകും. കാരണം പക്ഷേ അതിൽ ഡൽഹി നേതൃത്വം വീഴുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അവർ വളരെ ബുദ്ധിയുള്ളവരാണ്. അവർ ഓരോ കാര്യവും അന്വേഷിച്ചിട്ടാണ് ചെയ്യുന്നത്. അത് വ്യക്തമായി എനിക്ക് ബോധ്യമുള്ളതാണ്. ചെറിയ കളിയൊന്നും അവരാരും കളിക്കില്ല. നമ്മുടെ പീറത്തരം കൊണ്ട് ചില കാര്യം കാണുമ്പോൾ ഹിമാലയമാണെന്ന് പറഞ്ഞ് എടുത്തിയാടുന്ന വെറും അല്പത്തരത്തിൻ്റെ ആത്മാക്കളാണ് ഇവരെല്ലാം. അതുകൊണ്ട് ഇവരിങ്ങനൊരു പ്രസംഗം നടത്തിയതുകൊണ്ട് ഡൽഹിയിലിരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ഉടനെ ഇവരെ അങ്ങ് വന്ന് കെട്ടിവാരി പുണരുമെന്നൊന്നും വിചാരിക്കുന്ന മിഥ്യയാണ്. പക്ഷേ ഇതുകൊണ്ട് കാര്യമായ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാമെന്ന ഒരു പ്രതീക്ഷയുണ്ടെങ്കിൽ തീർച്ചയായും ഈ കളത്തിൽ ഇറങ്ങി കളിക്കും. അങ്ങനെ കളി തുടങ്ങിയാൽ ഇപ്പോൾ ഈ ബിഷപ്പന്മാരുടെ അധികാരത്തെ ചെറുത്ത് നിൽക്കുന്ന തലയെടുപ്പുള്ള പല വ്യക്തികൾക്കും കാര്യമായ പ്രയാസമുണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നതാണ് ഞാൻ മുന്നമേ കാണുന്ന ഒരു യാഥാർത്ഥ്യം. അപ്പോൾ അത് പിണറായി വിജയൻ അറിയാം. അതുകൊണ്ട് ഇതിൻ്റെ മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം എന്താണ് പറഞ്ഞത്? നിങ്ങൾ ഈ കാര്യം പറയുമ്പോൾ നിങ്ങൾ മറച്ചു വെക്കുന്നതും അല്ലെങ്കിൽ മനഃപൂർവ്വം മറക്കുന്നതുമായ ഒരു യാഥാർത്ഥ്യമുണ്ട്. അതെന്താണ്? കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ വലിയ വലിയ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോയപ്പോൾ നിങ്ങളെ രക്ഷിച്ചത് ഞങ്ങളാണ്. അതിനകത്ത് ഫ്രാങ്കോ കേസും പെടും. അതിനകത്ത് വിവിധ മഠങ്ങളിലായി കിണറുകളിൽ നിന്ന് പെറുക്കിയ 40-ൽ പരം ശവങ്ങളും പെടും. ഇതിനെപ്പറ്റിയൊന്നും യാതൊരു അന്വേഷണവും ഉണ്ടാകാതെ, സഭയ്ക്ക് വലിയ തകരാറ് വരാതെ, സഭയ്ക്ക് സംഭവിക്കേണ്ടിയിരുന്ന ശിക്ഷ ലഭിക്കാതെ സംരക്ഷിച്ചത് ഞങ്ങളാണ് എന്ന് വളരെ വളരെ സ്വതസിദ്ധമായ ആ സ്റ്റൈലിൽ പിണറായി വിജയൻ പറഞ്ഞ് ബോധിപ്പിക്കുന്നത് ഒന്ന് കേൾക്കുന്നത് പ്രയോജനപ്പെടും. ഞാനത് നിങ്ങളുമായി പങ്കിട്ടുകൊള്ളട്ടെ. സീറോ മലബാർ സഭയ്ക്ക് ഒരു പരാതിയും സാധാരണഗതിയിൽ ഈ സർക്കാരിനെ കുറിച്ചുണ്ടാകില്ല. മറ്റു കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഓർത്താൽ മതി, വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ടായ ഘട്ടത്തിൽ
എത്ര നിഷ്പക്ഷമായും കാര്യക്ഷമമായുമാണ് സർക്കാർ ഇടപെട്ടത് എന്ന്. അല്ലെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുക എന്നുള്ളത് നിങ്ങളിൽ പലർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കൂടുതൽ അങ്ങോട്ട് കേൾപ്പിക്കേണ്ട കാര്യമില്ല. പിണറായി വിജയൻ്റെ ഒരു ഗുണം, അധികം വാക്കുകൾ വേണ്ട, അതിനകത്തെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിന്നില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമായിരുന്നുവെന്ന് നിങ്ങൾ മറക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ഞങ്ങളെ നല്ലപോലെ ഉപയോഗിച്ചു, ഇപ്പോൾ നിങ്ങൾ വേറൊരു മരുപ്പച്ച കാണുന്നു, നിങ്ങൾ അങ്ങോട്ട് പോകാൻ ശ്രമിക്കുകയല്ലേ എന്ന ഒരു ധ്വനി ഇതിനകത്ത് തീർച്ചയായിട്ടുമുണ്ട്. പ്രിയമുള്ളവരെ, ഏതായാലും ഇപ്പോൾ പിണറായി വിജയനെ ആശ്രയിക്കുന്നത് തികച്ചും ആത്മീയതയ്ക്ക് വിരുദ്ധമാണ് എന്ന പക്ഷക്കാരനാണ് ഞാൻ. അതുപോലെ തന്നെ സംഘപരിവാറിൻ്റെ കാല് പിടിക്കുന്നതും അതേ തോതിൽ തന്നെ ആത്മീയമായ അശ്ലീലമാണ് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ കാല് നക്കുന്നതും ആത്മീയമായ ഒരു സ്വയം അപമാനമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആത്മീയതയിൽ നിലനിൽക്കേണ്ട ഒരു അച്ചടക്കമുണ്ട്, ഒരു ഔന്നത്യമുണ്ട്. കാല് പിടിക്കുന്നത് ഔന്നത്യമല്ല. ഈ കാല് പിടിക്കേണ്ട ഗതികേട് ആർക്കാണ് വരുന്നത്? മാർഗത്തിൽ അധാർമിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ, പ്രത്യേകിച്ച് അധികാര കേന്ദ്രത്തിലിരിക്കുന്നവരുടെ കാല് പിടിക്കേണ്ട ഗതികേട് വരികയുള്ളൂ. സഭയുടെ മുൻപിൽ 2 സാധ്യതകളാണ് ഉണ്ടായിരുന്നത്. ആ 2 സാധ്യതകൾ ഇപ്പോൾ ഏതാണ്ട് നശിച്ചു കഴിഞ്ഞു. ഒന്ന്, തങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ പറ്റിയിട്ടുള്ള പ്രമാദമായ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് അവയെ തിരുത്തുവാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു ശ്രമവും നടന്നില്ല. അതിന് പകരം ഈ തെറ്റുകളെ പൊതിഞ്ഞ് ഞങ്ങളെ സംരക്ഷിക്കുവാൻ മനസ്സുള്ള രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ അവരുടെ മുൻപിൽ ക്രിസ്തീയ സമൂഹത്തെ തീറാധാരം നൽകാം എന്ന ഒരു നിലപാടാണ് ഈ സഭാ നേതാക്കന്മാർ നാളിതുവരെയും എടുത്തിട്ടുള്ളത്. ഇത് വിശ്വാസികളുടെ വഞ്ചനയായിരുന്നു. ഹോൾ സ്കെയിൽ ചീറ്റിംഗ്, ഡിസെപ്ഷൻ ഓഫ് ദ പീപ്പിൾ ഓഫ് ഫെയ്ത്ത്. ക്രിസ്തീയ സമൂഹത്തെ ഈ വർഗം ഈ കാലം അത്രയും വഞ്ചിക്കുകയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഭാരതത്തിൽ, കേരളത്തിൽ പ്രത്യേകിച്ച് ഒരു നിലപാടോടുകൂടെ, ധാർമ്മികവും ആധ്യാത്മികവുമായ വെളിച്ചം പകരുന്ന നിലപാടോടുകൂടെ ഒരു നിമിഷം നൂർന്നു നിൽക്കാൻ കഴിഞ്ഞില്ല. നാം സത്യസന്ധമായി ഒരു വിലയിരുത്തൽ നടത്തണം. കഴിഞ്ഞ 50 വർഷം കൊണ്ട് കേരളത്തിലെ സഭകൾ കേരള സമൂഹത്തിന് എന്ത് സംഭാവനയാണ് നൽകുന്നത്? ഉടനെ പറയും വിദ്യാഭ്യാസം, ആതുരസേവ എന്ന് വിളിച്ചു പറയും. ഈ വിദ്യാഭ്യാസം നടത്തിയത് കൊണ്ട് ആർക്കാണ് പ്രയോജനം? വിദ്യാഭ്യാസ മേഖലയിൽ തിങ്ങി നിൽക്കുന്ന ആ അഴിമതി നിങ്ങൾക്കറിയാമോ? നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് നമുക്ക് അപമാനമാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ, യാതൊരു കടിഞ്ഞാണമില്ലാതെ അഴിമതിയും അക്രമവും നടക്കുന്നത്. നമ്മുടെ ആശുപത്രികൾ ഇന്ന് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളാണ്. ഇവിടെയൊക്കെ ക്രിസ്തീയ സാക്ഷ്യം ഇവിടെ പോയി. ക്രിസ്തീയ വിശ്വാസത്തിൽ അടങ്ങിയിരിക്കുന്ന കാതലായ പ്രമാണങ്ങളെ ആസ്പദമാക്കി അതിനെ അനുധാവനം ചെയ്ത് നടത്തുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ പേര് നിങ്ങൾക്ക് പറയാമോ? കേരളത്തിൽ എന്തുകൊണ്ടാണ് നമുക്ക് വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ കഴിയാത്തത്? 200 വർഷത്തെ, കുറഞ്ഞ പക്ഷേ 200 വർഷത്തെ ഉന്നത വിദ്യാഭ്യാസ ചരിത്രം കേരളത്തിനുണ്ട്. മറ്റൊരു സംസ്ഥാനത്തിനും അത് അവകാശമായി പറയാനില്ല. പക്ഷേ ഇന്നും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരത്തിൽ നാം മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാൾ പുറകിലാണ്. അതുകൊണ്ടാണല്ലോ 20 വയസ്സുള്ള ഞാൻ ഇവിടുന്ന് കെട്ടുകെട്ടി ഡൽഹിയിൽ പഠിക്കാൻ പോകേണ്ടി വന്നത്. അന്ന് ധനശേഷി ഉണ്ടായിട്ടല്ല, മേന്മയേറിയ വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള അദമ്യമായ ദാഹമുണ്ടായിട്ട് വണ്ടി കയറിയതാണ്. അപ്പോൾ നമ്മുടെ സഭാധ്യക്ഷന്മാർക്കോ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ കേരളമെന്ന ഈ നല്ല കൊച്ചു സംസ്ഥാനത്തിൻ്റെ വലിയ സാധ്യതകൾ അത് യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് അനുഗ്രഹമായി തീരത്തക്കവണ്ണം പ്രയോജനപ്പെടുത്തണമെന്ന് ഒരു കാലത്തും ചിന്തയില്ലായിരുന്നു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യം പറഞ്ഞാൽ നാം എല്ലാവരും ബഹുമാനിക്കുന്ന ശ്രീ ഉമ്മൻചാണ്ടി
ഉമ്മൻചാണ്ടി ഏതാണ്ട് 10-12 വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ പ്രസ്താവന എന്നെ ഞെട്ടിക്കുകയുണ്ടായി. അത് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും പ്രത്യേക ശ്രദ്ധയോടെ കോട്ട് ചെയ്തതാണ്. അതുകൊണ്ട് എനിക്ക് പറയാനൊരു മടിയുമില്ല. അദ്ദേഹം പറഞ്ഞത്, കേരളത്തിലെ സർക്കാരുകൾ കാണിച്ചൊരു വലിയ മണ്ടത്തരം, ഒരു വലിയ അപകടം. ഇവിടെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. തൽഫലമായി 10,000-കണക്കിന് എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്ഡ് യൂത്ത് ഉന്നത വിദ്യാഭ്യാസം പ്രാപിച്ച് എന്നാൽ ഉദ്യോഗം ലഭിക്കാൻ ഒരു സാധ്യതയുമില്ലാതെ അരക്ഷിതത്വത്തിൽ മാത്രം കഴിയുന്ന ഒരു യുവതലമുറ ഇവിടെ ഉണ്ടാക്കി വെച്ചു. നമ്മളത് ചെയ്തുകൂടായിരുന്നു. വിദ്യാഭ്യാസത്തിന് നമ്മൾ ഇത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കരുതായിരുന്നു. കാരണം ഇവിടെ എംപ്ലോയ്മെൻറ്റ് പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങളെ കൊണ്ടാർക്കും സാധ്യമല്ല. അത് ഇടതിനുമില്ല വലതിനുമില്ല. പിന്നെ ഇടതിനും വലതിനും മേളിൽ നിൽക്കുന്ന സംഘപരിവാറിനും ഉണ്ടാകുകയില്ല. കാരണം നമുക്കറിയാം, ഭാരതത്തിലെ ആകമാന സാഹചര്യത്തിൽ സംഘപരിവാർ ഭരിച്ച് ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടാകാത്ത വിധത്തിൽ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് പ്രതിസന്ധിയാണ് മോദി ഗവൺമെൻറ് ഭാരതത്തിന് സംഭാവന ചെയ്തതെന്നുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ അത് പറഞ്ഞാൽ നമ്മൾ അപകടത്തിലാകും. സത്യം പറയാനുള്ള സ്വാതന്ത്ര്യം പോയി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ബിഷപ്പന്മാർ ഇങ്ങനെയുള്ള കാല് പിടിച്ച് നടക്കുന്നതെന്ന് നാം തിരിച്ചറിയാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനൊരു കാര്യം, ഈ പെരുന്തോട്ടം പറയുന്നത് പോലെ സീറോ മലബാർ സഭയ്ക്ക് വലിയ പ്രശ്നമുണ്ട്, മറ്റൊരു സഭകൾക്കും ഒരു പ്രശ്നമില്ല. അദ്ദേഹം പറയുന്നത് സീറോ മലബാർ സഭയുടെ അംഗങ്ങൾ കുറഞ്ഞു വരുന്നു. അതിനെന്ത് പ്രതിവിധി ചെയ്യണമെന്നാണ് അദ്ദേഹം പിണറായി വിജയനോട് പറയുന്നത്. സർക്കാരിൻ്റെ സ്പോൺസർഷിപ്പിൽ സീറോ മലബാർ സഭയുടെ അംഗത്വം വർദ്ധിപ്പിക്കാൻ എന്തെങ്കിലും പരിപാടി ആവിഷ്കരിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. സീറോ മലബാർ സഭയിലെ ആളുകൾ ഉദ്യോഗാർത്ഥവും വിദ്യാഭ്യാസ ലക്ഷ്യം വിട്ട് കേരളത്തിന് വെളിയിലോട്ട് പോകുന്നത് പിണറായി വിജയൻ തടയണമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം? ഏത് ഇടപെടൽ ഉദ്ദേശിച്ചുകൊണ്ടാണ് പെരുന്തോട്ടം ഈ പൊട്ടത്തിലും എഴുന്നള്ളിക്കുന്നത് എന്ന് നാം ചിന്തിക്കണം. ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയട്ടെ. ഇവരൊക്കെ സഭയുടെ അധികാര കേന്ദ്രങ്ങളിൽ കയറിയിരിക്കുന്നു. അവർക്കൊന്നും ചെയ്യാൻ കഴിവില്ലയോ? അവർ നോക്കിയാൽ ഒരു പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്താൻ സാധ്യമല്ലയോ? പിന്നെ എന്തിനാണ് അവിടെ കയറിയിരിക്കുന്നത്? എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം കണ്ടെത്തുന്നത് പിണറായി വിജയനോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയോ അല്ലെങ്കിൽ വി ഡി സതീശനോ അല്ലെങ്കിൽ ഒ രാജഗോപാലോ അല്ലെങ്കിൽ ദൂരെ ഇരിക്കുന്ന നരേന്ദ്രമോദി ആണെങ്കിൽ പിന്നെ ഈ മഹാന്മാരവിടെ എന്തിനാണ് കയറിയിരുന്ന് നിരങ്ങുന്നത്? അവർക്ക് പോയി കൂന്താലി കൊണ്ട് കളിച്ചുകൂടെ? തങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല, ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം രാഷ്ട്രീയക്കാർ വന്ന് സോൾവ് ചെയ്ത് തരണം എന്ന് പറയാൻ ലജ്ജയില്ലേ? അവസാനമായിട്ട് എനിക്ക് തട്ടിൽ തിരുവിനോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇദ്ദേഹം വലിയ എളിമയൊക്കെ പറഞ്ഞു വന്നല്ലോ, ഞാൻ പാവപ്പെട്ടവരെ ഉദ്ധരിക്കും. ഇങ്ങനെയാണ് പാവപ്പെട്ടവരെ ഉദ്ധരിക്കുന്നത്. എന്താണ് ഈ പറയുന്നത്? ആരെയാണ് വഞ്ചിക്കുന്നത്? എനിക്ക് ഇദ്ദേഹത്തെപ്പറ്റി അല്പമെങ്കിലും പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 100% അത് പോയിരിക്കുന്നു. ഇദ്ദേഹം പഴയ പണി തന്നെ ചെയ്യും. ആലഞ്ചേരി ചെയ്തു തന്നെ ഇദ്ദേഹവും ചെയ്യും, യാതൊരു സംശയവും വേണ്ട. ജനങ്ങൾ വീണ്ടും വെള്ളത്തിലായി, അവർക്ക് പ്രതീക്ഷിക്കാൻ യാതൊരു വഴിയുമില്ല. അതുകൊണ്ട് ഈ സംഘർഷം തുടർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ഒരു സാധ്യതയുള്ളത്, ഇപ്പോഴത്തെ രാഷ്ട്രീയമായ കണക്കുകൂട്ടൽ അത് ഫലം കണ്ടെത്തിയാൽ വിമതരായ ആളുകളെ അടിച്ചമർത്താനുള്ള മസിൽ പവർ സമ്പാദിക്കാനുള്ള ഇപ്പോഴത്തെ ശ്രമം വിജയിച്ചാൽ താൽക്കാലികമായി ഈ പ്രശ്നത്തെ അടിച്ചമർത്താൻ കഴിഞ്ഞുവെന്ന് വരും. പക്ഷേ അതുകൊണ്ട് സഭയ്ക്ക് ലാഭമല്ല, ഭീകരമായ നഷ്ടം വരും കാലങ്ങളിൽ സംഭവിക്കും. അതിൻ്റെ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞ് നിർത്താൻ പോവുകയാണ്. 1966-ലോ 67-ലോ ആണ് ഫാദർ ബെനഡിക്റ്റ് കേസ് ഉണ്ടാകും. അദ്ദേഹത്തെ സെഷൻസ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു. പിന്നെ അതിനുശേഷം ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നു. അങ്ങനെ ഇടതുപക്ഷ ചായ്വുള്ള E.T. ചാരി എന്ന് പറയുന്ന ഒരു പ്രഗത്ഭനായ വക്കീലിനെ കൊണ്ടുവന്ന് വാദിച്ചു. ഹൈക്കോടതി ബെനഡിക്റ്റിനെ വെറുതെ വിട്ടു. സംബന്ധമായ സഭ അതിൻ്റേതായ കാൽപ്പനിക ഇമാജിനേഷൻ ഉപയോഗിച്ച് പല കഥകളും ഉണ്ടാക്കി. അങ്ങനെ കഥകളുണ്ടാക്കാൻ വളരെ സമർത്ഥരാണ് കത്തോലിക്ക സഭ. ഈ സിസ്റ്റർ അഭയുടെ കേസിൽ സിസ്റ്റർ അഭയ അങ്ങ് പരിശുദ്ധീകരണ സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ നിന്ന് നടത്തിയൊരു വെളിപ്പാട് ലണ്ടനിലുള്ള ഒരു നഴ്സറി കിട്ടിയെന്നും അതുകൊണ്ട് സിസ്റ്റർ അഭയ അവരോട് പറഞ്ഞു, എന്നെ ആരും കൊന്നതുമല്ല, ഞാൻ ആത്മഹത്യ ചെയ്തതുമല്ല, ഒരു കള്ളനെ കണ്ട് പേടിച്ച് ഞാൻ ഓടിയപ്പോൾ ആകസ്മികമായി കോൺവെൻറ്റിൻ്റെ
കിണറ്റിൽ വീണ് ഞാൻ ചത്തുപോയതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. സിസ്റ്റർ അഫയ ഫസ്റ്റ് ഫ്ലോറിലാണ്, മുകളിലാണ്. അവർ വെള്ളം കുടിക്കാനായിട്ട് താഴെ വന്നു അതിരാവിലെ. എന്നാൽ വന്നപ്പോൾ പോയത് ഫ്രിഡ്ജിനടുത്തേക്കാണ്. ഇതൊക്കെ തെളിവായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ വെള്ളമെടുക്കാൻ ഫ്രിഡ്ജിനടുത്ത് ചെന്നപ്പോൾ ഒരു കള്ളൻ അവിടെ നിൽക്കുന്നത് കണ്ടു. അത് സത്യമാണെന്ന് വിചാരിക്കും. ന്യായമായും സിസ്റ്റർ അഫയ എങ്ങോട്ടാണ് ഓടേണ്ടത്? വെളിയിലോട്ടാണോ ഓടേണ്ടത്, മേപ്പോട്ടാണോ ഓടേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നിങ്ങൾക്ക് അല്പം നിങ്ങൾക്ക് ദൈവം മോള് തന്നിട്ടുണ്ടല്ലോ. നിങ്ങളാണെങ്കിൽ എങ്ങോട്ട് ഓടും? നിങ്ങൾ ഓടിപ്പോയി കിണറ്റിൽ ചാടുമോ? അതോ തിരിച്ച് മുറിയിലോട്ട് ഓടിപ്പോകും? നിങ്ങൾ എന്ത് ചെയ്യും? എന്നാൽ അതുപോലും ആരും ചോദിക്കില്ല. ഇത് വെളിപ്പാടെന്ന് പറഞ്ഞാൽ നായ്ക്കലെന്ന് പറഞ്ഞ ഒരു കുപ്പായ തൊഴിലാളിയുണ്ട്. എല്ലാവരും സൗഖ്യമാക്കുന്ന നിപ്പ വിഴുങ്ങി അതിനെ ഇല്ലാതാക്കിയത്. നിപ്പ രോഗം അങ്ങ് പോയി കഴിഞ്ഞ് ഇദ്ദേഹം വെളിയിൽ വന്ന് പറയുകയാണ്, ഞാൻ നിപ്പായെ ഇങ്ങനെ വെള്ളത്തിൽ വീഞ്ഞിൽ മുക്കി കൊന്നെന്നാണ് പറയുന്നത്. അത് നിപ്പ വീണ്ടും വന്നപ്പോൾ അനക്കമില്ല. ഇതേ നായ്ക്കം പറമ്പൻ ചെയ്ത മറ്റൊരു കാര്യം ഞാനിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല, പോട്ടെ. ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സ് പുണ്ണായി പോകുന്നു, പോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള കള്ളക്കഥകൾ ചമഞ്ഞുണ്ടാക്കുകയും അങ്ങനെ അക്രമത്തെയും ശപിക്കപ്പെട്ട ജീവിത രീതികളെയും വെള്ളപൂശുകയും ചെയ്ത് അതിന് രാഷ്ട്രീയമായ സംരക്ഷണം നേടി അതിന് പകരമായ വോട്ടിനെ വിറ്റ് കഴിയുന്ന ഈ അധർമ്മമൂർത്തികൾ നമ്മുടെ നിത്യതയുടെ രാജാക്കന്മാരായി വാഴുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ അന്ന് ഫാദർ ബെനഡിക്റ്റ് കേസിൽ രാഷ്ട്രീയമായ ഇടപെടലുണ്ടായി അദ്ദേഹത്തെ രക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷേ സീറോ മലബാർ സഭ ഇത്രയും അധപ്പതിക്കുമായിരുന്നില്ല. കാരണം ഇങ്ങനെയുള്ള ഘോരമായ കൃത്യങ്ങൾ ചെയ്താൽ അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരും എന്ന ഉണ്ടായിരുന്നുവെങ്കിൽ അതിനിടയായിരുന്നുവെങ്കിൽ പിൻകാലത്ത് സംഭവിച്ച അനേക ഭീകരമായ കുറ്റങ്ങൾ ഉണ്ടാകുമായിരുന്നു. എന്നാൽ ആ ഫാദർ ബെനഡിക്റ്റ് കേസ് ഇപ്രകാരം അങ്ങ് സമർത്ഥമായി പര്യവസാനിപ്പിച്ചപ്പോൾ സഭയിലുണ്ടായ ആളുകളെല്ലാം പുരോഹിതവൃത്തം ആകമാനം മനസ്സിലാക്കി, ഞങ്ങൾ നിയമത്തിന് അതീതരാണ്, എന്ത് ചെയ്താലും സഭ ഞങ്ങളെ രക്ഷിക്കും. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അഭയ കേസ്. 28 വർഷം കൊല്ലപ്പെട്ട ഒരു കന്യാസ്ത്രീക്ക് നീതി ലഭിക്കാതിരിക്കത്തക്കവണ്ണം അതിശക്തമായി ഇടപെട്ടത് ആരൊക്കെയാണ് നിങ്ങൾക്കറിയാം. ആ കേസിൻ്റെ നാൾവഴികൾ അറിയാവുന്നവർക്കറിയാം. അതിലെത്ര കോടി രൂപ ആര് ചെലവാക്കി നമുക്കറിയാം. ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ കേസിൽ നിങ്ങൾക്കറിയാം, പാവപ്പെട്ട കന്യാസ്ത്രീയുടെ വായടയ്ക്കുന്നതിന് വേണ്ടി ഫ്രാങ്കോ മുളയ്ക്കൽ അവൾക്ക് ഓഫർ ചെയ്തത് 10 കോടി രൂപയാണ്. 10 കോടി രൂപ. നിൻ്റെ കേസ് പിൻവലിച്ചാൽ 10 കോടി രൂപ, പിന്നെ നീ പറയുന്നതൊക്കെ നിൻ്റേതായ ഒരു മഠമുണ്ടാക്കാനുള്ള വസ്തുവും വേണ്ട ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം നടത്തിത്തരാമെന്നാണ് പറയുന്നത്. പരിശുദ്ധനായ നമ്മുടെ പിതാവേ, ഇത് കണ്ടാൽ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ഫ്രാങ്കോ മുളയ്ക്കലിനെ ജയിലിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഈ വിധി എഴുതിയ മാന്യനായ ആ ജഡ്ജി, നീതിപാലകൻ നടത്തുന്ന തത്രപ്പാട് നിങ്ങൾ ആ വിധി വായിച്ചാൽ മനസ്സിലാകും. ഞാൻ അനേക വിധികൾ വായിച്ചിട്ടുണ്ട്. ഇതുപോലൊരു വിധി ഞാൻ ജീവിതത്തിൽ വായിച്ചിട്ടില്ല. എങ്ങനെ ഫ്രാങ്കോവിനെ രക്ഷപ്പെടുത്താം എന്ന തീവ്രമായ അന്വേഷണം മാത്രമാണ് ആദ്യം മുതൽ അവസാനം വരെ ആ ജഡ്ജ്മെൻറ്റിലുള്ളത്. നിങ്ങൾ വായിച്ചു നോക്കൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊക്കെ നടക്കുന്നത് രാഷ്ട്രീയമായ മാമാങ്കമാണ്. അതിൻ്റെ തുടർച്ചയാണിപ്പോൾ ഈ തട്ടിൽ പിതാവ് എന്നൊക്കെ പറയുന്ന തട്ടിൽ ബിഷപ്പിൻ്റെ തിരുവനന്തപുരത്തുള്ള അവരോഹണവും ഇവിടെയുള്ള രാഷ്ട്രീയ മാമാങ്കവും. ഈ ഒരു കളി, ഈ ഒരു നാടകം വിട്ടു നിൽക്കാൻ സഭയ്ക്ക് കഴിയുകയില്ല. കാരണം അവർ വെട്ടിലായിപ്പോയി. രാഷ്ട്രീയ സംരക്ഷണമില്ലാതെ ഇനി സഭയ്ക്ക് ഒരു നിമിഷം ഒറ്റക്കാലെ പോലും നിൽക്കാൻ സാധ്യമല്ല എന്ന പരിതാപകരമായ ഒരു യാഥാർത്ഥ്യത്തെ അറിവിളിച്ച് നമ്മളെവരെയും അറിയിക്കുന്നൊരു സംഭവമാണിത്. ദയവായി ജനം കണ്ണ് തുറക്കണം. നിങ്ങളെ പടുകുഴിയിലേക്ക് അനുദിനം വലിച്ചു കൊണ്ടുപോകുന്ന സ്വാർത്ഥമതികളായ
ഈ അന്ധകാരത്തിൻ്റെ ആത്മാക്കളെ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങളുടെയെങ്കിലും സമനിലയും ആത്മീകമായ സമാധാനവും കാത്തു സൂക്ഷിപ്പാൻ വ്യക്തിപരമായും ചെറിയ ചെറിയ കൂട്ടങ്ങളുമായി നിങ്ങളാൽ കഴിയുന്നതൊക്കെയും ചെയ്യണം. അതിനുള്ള കാലം വൈകിയിരിക്കുന്നു എന്നേവരെയും ഒന്ന് അല്പം ബോധ്യപ്പെടുത്തുക മാത്രമാണ് എൻ്റെ പരിമിതമായ ലക്ഷ്യം. ആ ഒരു ദൗത്യം നിർവഹിച്ചു എന്ന ഒരു ധാരണയിൽ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഏവർക്കും നമസ്കാരം.